നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയൊരു തെറ്റിന് തിരികൊളുത്തിട്ടുണ്ടെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞതാണ് പുതിയ ചർച്ചയ്ക്ക് കാരണം. ദിലീപിനെ നായകനാക്കി ലിസ്റ്റിൻ ഒരുക്കുന്ന ദി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടയിലാണ് ലിസ്റ്റിന്റെ ഈ പ്രതികരണം. ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഒരു ചിത്രം തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് തുടങ്ങിയിരുന്നു. ഈ സെറ്റിലെ സ്റ്റണ്ട് മാസ്റ്ററിൽ നിന്നും എക്സൈസ് കഞ്ചാവ് പിടികൂടി. അങ്ങനെ കഞ്ചാവ് പിടികൂടിയ സെറ്റിൽ സഹകരിക്കാൻ നടൻ തയ്യാറാകാതെ വീട്ടിൽ പോയി. ധാർമ്മികത പറഞ്ഞായിരുന്നു ഇത്. ഇങ്ങനെ പോയ നടൻ മറ്റൊരു സിനിമയിൽ അഭിനയിക്കുന്നതാണ് ലിസ്റ്റിനെ ചൊടിപ്പിച്ചത്. എല്ലാ വിഷയത്തിലും പ്രതികരിക്കുന്ന ലിസ്റ്റിൻ തൻ്റെ സെറ്റിലുള്ളവരിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. അത്തരമൊരു നിർമ്മാതാവാണ് നടനെ പരസ്യമായി തള്ളിപ്പറയുന്നത്. ലിസ്റ്റിന്റെ ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ അഭിനയിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. കുഞ്ചാക്കോ ബോബൻ അവസാന നിമിഷം പിന്മാറിയത്രേ. ഇതോടെ ഈ നടനെ നിർബന്ധിച്ച് കൊണ്ടുവരികയായിരുന്നു. സൗഹൃദത്തിന്റെ പേരിൽ അഭിനയിക്കാനായി സെറ്റിലെത്തി. ഇതിനിടയിലാണ് തമ്പാനൂരിലെ ഹോട്ടലിലേക്ക് എക്സൈസ് ഇരച്ചു കയറിയത്. ബുക്ക് രൂപത്തിലുണ്ടാക്കിയ പെട്ടിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. ഈ കഞ്ചാവ് സിനിമാ സെറ്റിലുള്ളവർക്ക് വിതരണം ചെയ്യാനാണെന്ന് പോലും വാദമെത്തി. എന്നാൽ അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിച്ചു. എവിടെ നിന്ന് കഞ്ചാവ് അയാൾക്ക് കിട്ടിയെന്ന് പോലും എക്സൈസ് അന്വേഷിച്ചില്ല. ജാമ്യം കൊടുത്ത് വിട്ടയക്കുകയും ചെയ്തു. ഇതോടെയാണ് നിവിൻ പോളി മടുത്തു മടങ്ങിയത്. പിന്നാലെ വിവാദവും ഉണ്ടായി. പ്രമുഖ സംവിധായകന്റെ മകന്റെ ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് നേരത്തെ തന്നെ ഈ നടൻ വാക്ക് നൽകിയിരുന്നു. ഇതനുസരിച്ചാണ് പുതിയ സിനിമയിൽ ജോയിൻ ചെയ്തത്. തന്നെ ചതിച്ച നടൻ മലയാള സിനിമയിൽ എത്തിയിട്ട് 15 വർഷമായെന്നും ഇതിനകം നിരവധി സിനിമകൾ താൻ ചെയ്തിട്ടുണ്ടെന്നും ലിസ്റ്റിൻ പറയുന്നു. ഇന്ന് ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് തിരികൊളുത്തിട്ടുണ്ടെന്നും ലിസ്റ്റിൻ പറഞ്ഞിരുന്നു. താനിത് പറയുമ്പോൾ ആ നടൻ ഇത് കാണുമെന്നും ആ നടൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് താൻ ഓർമ്മിപ്പിക്കുകയാണെന്നും ലിസ്റ്റിൻ പറഞ്ഞു. ലിസ്റ്റിന്റെ വാക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഏത് നടനെ ഉദ്ദേശിച്ചാണ് ഇക്കാര്യം പറഞ്ഞതെന്നായിരുന്നു പലരുടെയും സംശയം. ഇതിനിടയിലാണ് ഇതിന്റെ സൂചനകൾ മറുനാടൻ കിട്ടുന്നത്. ഇതോടെ പലരും പല നടന്മാരുടെ പേരുമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയെത്തി. എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലിനെയും കുറിച്ച് ആയിരിക്കില്ല എന്നും അവരെ തൊടാനുള്ള ധൈര്യം ലിസ്റ്റിനായിട്ടില്ലെന്നും ചിലർ പറയുന്നു. പിന്നെയുള്ളത് ദിലീപും പൃഥ്വിരാജുമാണ്. ദിലീപ് ആ വേദിയിലുണ്ടായിരുന്നു. അങ്ങേർക്കെതിരെ ഒന്നും പറയില്ലെന്നും കമന്റ്. പിന്നെ ആരാധകർ ഉയർത്തിയ പേര് നടൻ നിവിൻ പോളിയുടേതാണ്. ആർക്കും പറയാനുള്ള ഒരാളായതുകൊണ്ട് സാധ്യതയുണ്ടെന്നാണ് ഒരാൾ പറയുന്നത്. നിവിൻ തിരിച്ചെത്തിയാൽ ചവിട്ടിയവരുടെയൊക്കെ ഓഫീസ് അവൻ പൂട്ടിക്കുമെന്നും നിവിൻ പോളി ബേബി ഗേളിന്റെ ലൊക്കേഷനിൽ നിന്നും ഇറങ്ങിപ്പോയതാണെന്നും അതാണ് ലിസ്റ്റിനെ ചൊടിപ്പിച്ചതെന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. അടുത്ത സാധ്യതയായി പ്രേക്ഷകർ പറഞ്ഞത് ദുൽഖർ സൽമാനെയാണ്. ലിസ്റ്റിൻ പറഞ്ഞത് ധ്യാൻ ശ്രീനിവാസിനെ കുറിച്ചാണോ എന്ന സംശയമാണ് ചിലർ പങ്കുവെക്കുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞ ആ വലിയ തെറ്റുകാരൻ നടൻ നിവിൻ പോളിയോ എന്ന ചർച്ച സജീവമാക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് നിവിൻ പോളിയിലേക്ക് സംശയം നീളുന്നതെന്ന് ന്യൂസ് 18 കേരള റിപ്പോർട്ട് ചെയ്യുന്നു. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫനും ബേബി ഗേൾ സിനിമയുടെ ഡയറക്ടറായ അരുൺ വർമ്മയും ഇൻസ്റ്റഗ്രാമിൽ താരത്തെ അൺഫോളോ ചെയ്തു എന്നുള്ളതാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. നിവിൻ പോളിയെ നായകനാക്കി ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ബേബി ഗേൾ എന്ന ചിത്രത്തിലെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഈ തർക്കത്തിന് കാരണമെന്ന് സൂചനയുണ്ടെന്ന് ന്യൂസ് 18 കേരള വിശദീകരിക്കുന്നു. ബേബി ഗേൾ എന്ന ചിത്രത്തിൽ ആദ്യം നായകനാക്കാൻ തീരുമാനിച്ചിരുന്നത് കുഞ്ചാക്കോ ബോബനെയായിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ അദ്ദേഹം പിന്മാറിയപ്പോഴാണ് നിവിൻ പോളിയെ സിനിമയിലെ നായകനാക്കി തിരഞ്ഞെടുത്തതെന്നും ന്യൂസ് 18 കേരള പറയുന്നു. അതേസമയം മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട്. ഒരു വലിയ മാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയിരിക്കുകയാണ്. അത് വേണ്ടായിരുന്നു. ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ്. ഇനി ആ തെറ്റ് ആവർത്തിക്കരുത്. അങ്ങനെ ചെയ്താൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നായിരുന്നു ലിസ്റ്റിൻ പറഞ്ഞിരുന്നത്.